ആനവണ്ടി ഇല്ലാതെ ഒന്നും നടക്കില്ല. കേരളം സ്റ്റില്ലായിരുന്നു. ഒരു ബസ് യാത്രയിൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അത് നമുക്ക് ശരിക്കും അനലൈസ് ചെയ്യാം. ഒരേ റൂട്ടിൽ പോകുന്ന ആളുകൾ പിന്നീട് ഈ പറഞ്ഞ പോലെ പ്രണയം, പിന്നെ വിവാഹം, പിന്നെ വിവാഹമോചനം, ഇതെല്ലാം ഒരു ബസ് യാത്രയുടെ ഇടയിൽ ഉണ്ടായി തുടങ്ങുന്ന ഒരു സംഭവമാണ്. കാര്യം ഏറ്റവും അടുത്ത് നമുക്ക് ഇരുന്ന് പഴകാനും മറ്റൊന്നുമില്ല സംസാരിക്കാനും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു യാത്രയാണ് പ്രണയങ്ങൾ. ബസ്സും പ്രണയവുമായിട്ട് ഒരുപാട് ബന്ധം. ബസ്സിലിരുന്ന് ലവ് ചെയ്തിട്ടാണ് നമ്മുടെ സംവിധായകനും നടനുമായ മധുപാൽ കല്യാണം കഴിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മധുപാൽ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, KSRTC ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് അവരും നല്ല അടുപ്പത്തിലായി. പിന്നീട് മധുപാൽ കല്യാണം കഴിച്ചത് അവരെ തന്നെയാണ്, ആ ബസ്സിലെ യാത്രയിൽ നിന്നാണ്. പിന്നെ പലപ്പോഴും ഈ കണ്ടക്ടർ ബാക്കി മാറാൻ കൊടുക്കും. ഈ ബാക്കി മാറി എടുത്തോളൂ എന്ന് 100 രൂപ കൊടുക്കും. 100 രൂപ കൊണ്ട് മാറി ഇന്ന് ബാക്കിയൊക്കെ മാറി വരുമ്പോൾ ഇവരുമായി സംസാരിച്ച് അങ്ങനെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരുണ്ട്, അങ്ങനെ ഡൈവോഴ്സ് ചെയ്തവരുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരിൽ നമ്മുടെയൊക്കെ ഏജിലുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് ആനവണ്ടി. ആനവണ്ടി ഇല്ലാതെ ഒന്നും നടക്കില്ല. കേരളം സ്റ്റില്ലായിരുന്നു. പക്ഷേ എസ്പെഷ്യലി തിരുവനന്തപുരം എന്ന് വെച്ചാൽ ഇവിടെ പ്രൈവറ്റ് ബസ് പോലും ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് KSRTC. അത് ഇങ്ങനെ ഭംഗിയായിട്ട് വരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമാണ്.